നമസ്കാരം, ഏവർക്കും എഡിക്യൂയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 10th പ്രിലിംസിൻ്റെ സിലബസിൽ ഉൾപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മൗലിക അവകാശങ്ങൾ പഠിച്ചു. കൂടാതെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്നും അവ അംഗീകരിച്ച വർഷവും ഡേറ്റും പഠിച്ചു. ദേശീയ ഗാനവും ദേശീയ ഗീതവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു. ഇതിൻ്റെ ബാക്കി പോർഷനാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ മുദ്ര, ദേശീയ കലണ്ടർ, ദേശീയ പ്രതിജ്ഞ, ദേശീയ കായിക വിനോദം, ഈ 4 ടോപ്പിക്സാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ദേശീയ മുദ്ര പഠിക്കാം. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്രയാണ്. ഈ സിംഹമുദ്ര എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ശ്രീബുദ്ധൻ ആദ്യമായി പ്രഭാഷണം നടത്തിയ ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ഡീർ പാർക്കിൽ അശോക ചക്രവർത്തി സ്ഥാപിച്ച അശോക സ്തംഭത്തിൽ നിന്നാണ് ദേശീയ മുദ്രയായ സിംഹമുദ്ര എടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ഡീർ പാർക്കിൽ അശോക ചക്രവർത്തി സ്ഥാപിച്ച അശോക സ്തംഭത്തിൽ നിന്നാണ് ദേശീയ മുദ്രയായ സിംഹമുദ്ര എടുത്തിരിക്കുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി ദേശീയ മുദ്രയായ സിംഹമുദ്ര അംഗീകരിച്ച വർഷവും ഡേറ്റും ഓർത്തിരിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1950 ജനുവരി 26-നാണ് ദേശീയ മുദ്രയായി അംഗീകരിച്ചത്. സിംഹമുദ്രയെ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26-നാണ്. ഇന്ത്യ റിപ്പബ്ലിക്കായ അതേ ഡേറ്റിലാണ് നമ്മൾ മുദ്രയും അംഗീകരിച്ചത്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി ദേശീയ മുദ്ര എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? താമരയുടെ മുകളിൽ ഒരു ധർമ്മപീഠവും അതിന് മുകളിലായി പരസ്പരം മുഖം തിരിഞ്ഞിരിക്കുന്ന 4 സിംഹങ്ങളുമാണ് ദേശീയ മുദ്രയിലുള്ളത്. അപ്പം നമ്മളൊരു പിക്ചർ നോക്കുകയാണെങ്കിൽ നമുക്കവിടെ 3 സിംഹങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അതിൻ്റെ ബാക്കിലായിട്ട് ഒരു സിംഹം കൂടിയുണ്ട്. ഏറ്റവും മുകളിലായിട്ട് 4 സിംഹങ്ങളാണ് ഉള്ളത്. ഇനി ഈ ധർമ്മപീഠത്തിൽ അവിടെയും കുറച്ച് മൃഗങ്ങളുണ്ട്. അവിടെ ഏതൊക്കെ മൃഗങ്ങളാണുള്ളത്? ആന, കാള, കുതിര, സിംഹം എന്നീ 4 മൃഗങ്ങൾ ധർമ്മപീഠത്തിലുമുണ്ട്. ഈ ധർമ്മപീഠത്തിൽ 4 സൈഡുകളിലായിട്ട് 4 അശോക ചക്രവുമുണ്ട്. ഈ അശോക ചക്രത്തിനാണ് ധർമ്മചക്രം എന്ന് പറയുന്നത്. അതായത് ഓരോ അശോക ചക്രത്തിനും ഇടയിലായിട്ട് ഓരോ മൃഗങ്ങളുമുണ്ട്. നമുക്ക് ഒരു പിക്ചർ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു അശോക ചക്രവും അതിന് ഒരു സൈഡിൽ കാളയും ഒരു സൈഡിൽ കുതിരയുമാണ് കാണാൻ സാധിക്കുന്നത്. മറുവശത്തായിട്ട് ആനയുമുണ്ട്, സിംഹവുമുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ പി എസ് സി പരീക്ഷകൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ദേശീയ മുദ്രയിൽ ഏതൊക്കെ മൃഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ദേശീയ മുദ്രയിൽ ഉൾപ്പെടാത്ത മൃഗം ഏതാണ്, അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക ഏതൊക്കെ മൃഗങ്ങളാണ് ഉള്ളതെന്ന്. സിംഹം, കാള, കുതിര, ആന, ഈ 4 മൃഗങ്ങൾ നമുക്ക് ദേശീയ മുദ്രയിൽ കാണാൻ സാധിക്കും. ഇനി സിംഹങ്ങളുടെ എണ്ണം എത്രയാണ്? 5 സിംഹങ്ങളാണ് ഉള്ളത്. ദേശീയ മുദ്രയിൽ 5 സിംഹങ്ങളാണ് ഉള്ളത്. ഏറ്റവും ടോപ്പിലായിട്ട് 4 സിംഹവും ധർമ്മപീഠത്തിൽ ഒരു സിംഹവും കൂടെ ചേർത്ത് 5 സിംഹങ്ങളാണ് ഉള്ളത്. ബാക്കി എല്ലാ മൃഗങ്ങളും ഓരോന്ന് വീതമാണ് ഉള്ളത്. അപ്പോൾ ആകെ എണ്ണം ചോദിച്ചാൽ ആകെ 8ആണ്. ടോട്ടൽ വരുമ്പം 8ആണ്. സിംഹത്തിൻ്റെ എണ്ണം സെപ്പറേറ്റ് ആണെങ്കിൽ 5 എണ്ണമാണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. സിംഹം, കാള, കുതിര, ആന, ഈ 4 മൃഗങ്ങളാണ് ഉള്ളത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കണക്ഷൻ വെച്ചതോ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമ്മുടെ ദേശീയ മുദ്രയുടെ താഴെയായിട്ട് ഒരു വാചകം എഴുതിയിട്ടുണ്ട്. സത്യമേവ ജയതേ. ദേവനഗരി സ്ക്രിപ്റ്റിലാണ് ഈ സത്യമേവ ജയതേ എന്ന വാചകം എഴുതിയിരിക്കുന്നത്. സത്യമേവ ജയതേ എന്ന വാചകം എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എന്ന വാചകം എടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യമായി കണക്കാക്കുന്നതും സത്യമേവ ജയതയാണ്. മുണ്ടകോപനിഷത്തിൽ നിന്നാണ് ഈ സത്യമേവ ജയതേ എന്ന വാചകം എടുത്തിരിക്കുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത്, നമ്മുടെ ദേശീയ മുദ്ര ഡിസൈൻ ചെയ്തത് ദീനനാഥ് ഭാർഗവയാണ്. ദേശീയ മുദ്ര ഡിസൈൻ ചെയ്തത് ആരാണ്? ദീനനാഥ് ഭാർഗവയാണ്. ദേശീയ മുദ്രയുടെ ദുരുപയോഗം തടഞ്ഞുകൊണ്ട് പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. 2005-ലാണ് ആ ഒരു നിയമം പാസ്സാക്കിയത്. അതായത് ദേശീയ മുദ്ര ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. 2005-ലാണ് ആ ഒരു നിയമം പാസ്സാക്കിയത്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയുടെ ദേശീയ മുദ്ര എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര അല്ലായിരുന്നു. ദി സ്റ്റാർ ഓഫ് ഇന്ത്യ ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ ദേശീയ മുദ്ര. ദി സ്റ്റാർ ഓഫ് ഇന്ത്യ ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ ദേശീയ മുദ്ര. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ ആയിരുന്നു ദേശീയ മുദ്രയായിട്ട് ഉപയോഗിച്ചിരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം 1950 ജനുവരി 26-ന് ശേഷമാണ് ദേശീയ മുദ്രയെ സിംഹമുദ്ര ഉപയോഗിക്കാൻ തുടങ്ങിയത്.
അപ്പം ദേശീയ മുദ്രയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പ്രധാനമായിട്ടും ഈ മൃഗങ്ങളുടെയൊക്കെ പേര് ഓർത്തിരിക്കുക. പിന്നെ സത്യമേവ ജയതേ എന്ന വാചകം ദേവനഗരി സ്ക്രിപ്റ്റിലാണ്. അത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ദീനനാഥ ഭാർഗവയുടെ പേരും കൂടെ ഓർത്തിരിക്കുക. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് ദേശീയ കലണ്ടർ. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷം. ശകവർഷമാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ. ശകവർഷം ആരംഭിച്ചത് ആരാണ് അല്ലെങ്കിൽ എന്നാണ്? AD 78 കനിഷ്കനാണ് ശകവർഷം ആരംഭിച്ചത്. AD 78 കനിഷ്കനാണ് ശകവർഷം ആരംഭിച്ചത്. AD 78 കനിഷ്കനാണ് ശകവർഷം ആരംഭിച്ചത്. മേഘ്നാഥ് സാഹ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ദേശീയ കലണ്ടറായി ശകവർഷ കലണ്ടറിനെ അംഗീകരിച്ചത്. മേഘ്നാഥ് സാഹ കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷനോട് കൂടിയാണ് ദേശീയ കലണ്ടറായി ശകവർഷ കലണ്ടറിനെ അംഗീകരിച്ചത്. 1957 മാർച്ച് മാസം 22 ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത്. ദേശീയ കലണ്ടറായി ശകവർഷ കലണ്ടറിനെ അംഗീകരിച്ച ഡേറ്റ് ഓർക്കുക, 1957 മാർച്ച് 22. ഇനി ഈ ശകവർഷ കലണ്ടറിൽ 12 മാസങ്ങളും 365 ദിവസങ്ങളുമുണ്ട്. 12 മാസങ്ങളും 365 ദിവസങ്ങളുമാണ് ശകവർഷ കലണ്ടറിലുള്ളത്. ഇതിൽ ആദ്യത്തെ മാസവും അവസാനത്തെ മാസവും PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആദ്യത്തെ മാസവും അവസാനത്തെ മാസവും PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ മാസം ചൈത്രമാസം, അവസാനത്തെ മാസം ഫാൽഗുനം. ഫാൽഗുനമാണ് അവസാനത്തെ മാസം, ആദ്യത്തെ മാസം ചൈത്രമാണ്. ഇനി ഒരു സാധാരണ വർഷം ശകവർഷ കലണ്ടർ ആരംഭിക്കുന്ന ഡേറ്റ് ഏതാണ്? അത് മാർച്ച് 22. മാർച്ച് 22 ഒരു സാധാരണ വർഷം ശകവർഷ കലണ്ടർ ആരംഭിക്കുന്നത്. ഇനി ഒരു അതിവർഷമാണെങ്കിൽ ശകവർഷ കലണ്ടർ ആരംഭിക്കുന്നത് മാർച്ച് 21. ഒരു സാധാരണ വർഷത്തിൽ മാർച്ച് 22 ശകവർഷ കലണ്ടർ ആരംഭിക്കുന്നത്. എന്നാൽ ഒരു അതിവർഷമാണെങ്കിൽ മാർച്ച് 21 ശകവർഷ കലണ്ടർ ആരംഭിക്കുന്നത്. അതായത് ചൈത്രമാസം 1 മാർച്ച് 22 തുടങ്ങുന്നത്. ഇനി അതിവർഷമാണെങ്കിൽ ചൈത്രമാസം 1 വരുന്നത് മാർച്ച് 21 ഓർത്തിരിക്കുക കേട്ടോ. അതിവർഷത്തിൽ ഒരു ദിവസം ബാക്കിലോട്ടാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ദേശീയ കലണ്ടറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കൊല്ലവർഷ കലണ്ടറും കൂടെ ഒന്ന് നോക്കിയിരിക്കാം. കൊല്ലവർഷം ആരംഭിച്ചത് AD 825 രാജശേഖരവർമ്മനാണ്. AD 825 രാജശേഖരവർമ്മനാണ് കൊല്ലവർഷം ആരംഭിച്ചത്. കൊല്ലവർഷ കലണ്ടർ നമ്മുടെ മലയാളം കലണ്ടറാണ്. ചിങ്ങത്തിൽ തുടങ്ങി കർക്കിടകത്തിൽ അവസാനിക്കുന്ന നമ്മുടെ മലയാളം കലണ്ടറാണ് കൊല്ലവർഷ കലണ്ടർ. ഓർത്തിരിക്കുക കേട്ടോ. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ചിങ്ങമാസമാണ് ആദ്യത്തെ മാസം, കർക്കിടക മാസമാണ് അവസാനത്തെ മാസം. ഓർത്തിരിക്കുക. ആരംഭിച്ചത് രാജശേഖരവർമ്മനാണ്. AD 825 കൊല്ലവർഷം ആരംഭിച്ചത്. ഓർത്തിരിക്കുക കേട്ടോ. കൊല്ലവർഷ കലണ്ടർ ആരംഭിച്ചതല്ല, കൊല്ലവർഷം ആരംഭിച്ചതാണേ. ഓർത്തിരിക്കുക. അടുത്തത് ദേശീയ പ്രതിജ്ഞ. ഇപ്പം എൻ്റെ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ സ്കൂളുകളിൽ ദേശീയ പ്രതിജ്ഞ ചൊല്ലിയിട്ടുള്ളവരായിരിക്കും അല്ലേ? ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ എല്ലാവരും ചൊല്ലിയിട്ടുള്ളതായിരിക്കും അല്ലേ? അപ്പം ഈ ഒരു ദേശീയ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് ആരാണ്? ആന്ധ്രാപ്രദേശ് സ്വദേശിയായ പൈതിമാരി വെങ്കിട സുബ്ബറാവു ആണ് നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത്. അദ്ദേഹം ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. ഏത് ലാംഗ്വേജിലാണ് ദേശീയ പ്രതിജ്ഞ തയ്യാറാക്കിയത്? തെലുങ്കു ലാംഗ്വേജിലാണ് ദേശീയ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത്. സ്കൂളുകളിൽ ദേശീയ പ്രതിജ്ഞ ചൊല്ലുന്നതിൻ്റെ ആവശ്യകത വ്യക്തമാക്കിയത് MC ചാഗ്ല അധ്യക്ഷനായ കമ്മിറ്റിയാണ്. സ്കൂളുകളിൽ നിർബന്ധമായും ദേശീയ പ്രതിജ്ഞ ചൊല്ലണം എന്ന റെക്കമെൻഡേഷൻ മുന്നോട്ട് വെച്ചത് MC ചാഗ്ല കമ്മിറ്റിയാണ്. ഓർത്തിരിക്കുക കേട്ടോ. 1965 ജനുവരി 26 മുതലാണ് സ്കൂളുകളിൽ ദേശീയ പ്രതിജ്ഞ നിർബന്ധമാക്കിയത്. 1965 ജനുവരി 26 മുതലാണ് സ്കൂളുകളിൽ ദേശീയ പ്രതിജ്ഞ നിർബന്ധമാക്കിയത്. അപ്പം ദേശീയ പ്രതിജ്ഞയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. രചിച്ചത് പൈതിമാരി വെങ്കിട സുബ്ബറാവു ആണ്. ലാംഗ്വേജ് തെലുങ്കു ലാംഗ്വേജ് ആണ്. ഓർത്തിരിക്കുക കേട്ടോ. നമുക്ക് അടുത്ത് നോക്കാം ദേശീയ കായിക വിനോദം. നമ്മുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ്. ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. അപ്പോൾ നമുക്ക് അത് പഠിക്കുമ്പോൾ അവിടെ രണ്ട് ദിനങ്ങൾ പഠിക്കണം. പ്രധാനമായിട്ട് 2 ദേശീയ കായിക ദിനവും സംസ്ഥാന കായിക ദിനവും. 2 ദിനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. PSC മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുന്ന 2 ക്വസ്റ്റ്യൻ ആണ്. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29 സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13 ഈ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആചരിക്കാനായിട്ട് ഒരു കാരണമുണ്ട്. ഹോക്കി മാന്ത്രികനായ മേജർ ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29. അതുകൊണ്ടാണ് നമ്മൾ ദേശീയ കായിക ദിനമായിട്ട് ഓഗസ്റ്റ് 29 ആചരിക്കുന്നത്. ഇനി സംസ്ഥാന കായിക ദിനമായി ഒക്ടോബർ 13 ആചരിക്കാനായിട്ടും ഒരു കാരണമുണ്ട്.
കായിക കേരളത്തിൻ്റെ പിതാവായ GV രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13. ഗോദവർമ്മ രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13. അതുകൊണ്ടാണ് ആ ഒരു ഡേറ്റ് സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. എപ്പോഴും BSc ചോദിക്കുന്ന 2 ഡേറ്റുകളാണിത് കേട്ടോ. ദേശീയ കായിക ദിനവും സംസ്ഥാന കായിക ദിനവും മാറിപ്പോകരുത്. ദേശീയ കായിക ദിനമാണ് ആദ്യം വരുന്നത്, ഓഗസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഒക്ടോബർ വരുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 29 ആദ്യം വരുന്നതെന്ന് ഓർക്കുക, അതാണ് ദേശീയ കായിക ദിനം. ഒക്ടോബർ 13 രണ്ടാമതാണ് വരുന്നത്, അതാണ് സംസ്ഥാന കായിക ദിനം. ഓർത്തിരിക്കുക കേട്ടോ, മാറിപ്പോകരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.